ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കോമൻറ്റ് സെക്ഷനിൽ ഒത്തിരി ഡൗട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. കുഡ്, വുഡ്, ഷുഡ് എന്നീ വാക്കുകളുടെ വ്യത്യാസം എന്താണ്? കുഡ്, വുഡ്, ഷുഡ് എന്നീ വാക്കുകൾ ഒരേ മീനിങ് ആണെന്ന് പലർക്കും സംശയമുണ്ട്. ഇത് ഒന്നിന് പകരം ഒന്നായിട്ട് ഉപയോഗിച്ച പ്രശ്നമുണ്ടോ എന്നൊക്കെ കോമൻറ്റ് സെക്ഷനിൽ നമുക്ക് ഒത്തിരി ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷുഡ് ആയാലും കുഡ് ആയാലും വുഡ് ആയാലും അതിന് ഇൻഡിവിജ്വലി ഒത്തിരി മീനിങ്സ് ഉണ്ട്. അത് ഞാൻ ഇപ്പം എടുക്കുന്നില്ല. ഇത് തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്നാണ് ഞാൻ ഇന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 3 സെൻറ്റൻസസ് എഴുതിയിട്ടുണ്ട്. ഓരോ സെൻറ്റൻസിലും ഓരോ വാക്കാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ആഡം കുഡ് വിസിറ്റ് അസ് ടുമോറോ. ആഡം കുഡ് വിസിറ്റ് അസ് ടുമോറോ എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? വിസിറ്റ് ചെയ്യാനൊരു സാധ്യതയുണ്ടെന്നാണ്. അതായത് കുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സാധ്യതയെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സാധ്യത. അതായത് ആഡം നമ്മളെ നാളെ വിസിറ്റ് ചെയ്തേക്കാം. ഒരു സാധ്യത, ഫ്യൂച്ചറിലുള്ള ഒരു സാധ്യതയെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഡ് യൂസ് ചെയ്യും. അപ്പം അത് മാത്രമല്ലല്ലോ, നമ്മൾ കുഡ് വേറെ പലതിലും യൂസ് ചെയ്യുമല്ലോ. യൂസ് ചെയ്യും. അത് മാത്രമല്ല, കുഡിൻ്റെ അർത്ഥം വേറെ പല സിറ്റുവേഷനിൽ യൂസ് ചെയ്യും. പക്ഷേ കുഡിന് ഇങ്ങനൊരു അർത്ഥം കൂടിയുണ്ട്. ഞാനിവിടെ വ്യത്യാസമാണ് പഠിപ്പിക്കുന്നത്. കുഡിൻ്റെ, വുഡിൻ്റെ, ഷുഡിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സെൻറ്റൻസിലാണ് അത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ക്ലാസ്സസ് പിന്നീട് ഞാൻ എടുത്തു തരാം. പക്ഷേ ഇപ്പം നിങ്ങൾ ഇതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സാധ്യതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ആഡം കുഡ് വിസിറ്റ് അസ് ടുമോറോ. സാധ്യതയുണ്ട്. ആഡം നമ്മളെ നാളെ വിസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാൻ വേണ്ടി, ഒരു പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അതേ സെൻറ്റൻസിൽ ഞാൻ വുഡ് യൂസ് ചെയ്യുകയാണെങ്കിലോ, ആഡം വുഡ് വിസിറ്റ് അസ് ഇഫ് ഹി ഹാഡ് എ കാർ. ഓക്കെ, ഇവിടെ ആഡം കുഡ് വിസിറ്റേഴ്സ് എന്ന് മാറ്റിയിട്ട് ഞാൻ ആഡം വുഡ് വിസിറ്റേഴ്സ് എന്നാക്കി. അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം വരുന്നത്? അപ്പോൾ നമ്മൾ ആഡം വുഡ് വിസിറ്റ് അസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, എന്താണ് ഈ ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻ എന്ന്? ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സംഭവിച്ചേക്കാം എന്നാണ്. കണ്ടോ, ഇവിടെ ഞാൻ ഇഫ് യൂസ് ചെയ്തിരിക്കുന്ന കണ്ടോ? നിങ്ങൾ വുഡിൻ്റെ കൂടെ ഇഫ് യൂസ് ചെയ്തിരിക്കുന്ന കണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം അവനൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്നെ വിസിറ്റ് ചെയ്യുമായിരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യം. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാറില്ല, കാർ ഉണ്ടായിരുന്നെങ്കിൽ വിസിറ്റ് ചെയ്യുമായിരുന്നു. ആ അർത്ഥത്തിലാണ് നമ്മളിവിടെ വുഡ് യൂസ് ചെയ്തിരിക്കുന്നത്. കാർ ഉണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളത് ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻ. ഓക്കെ, ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻ എന്താ? സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനത്തെ റിയൽ ലൈഫ് സിറ്റുവേഷൻ അല്ല. എന്താ, ഇപ്പോൾ ഇതാണെങ്കിൽ ആഡം കുഡ് വിസിറ്റേഴ്സ് ടുമോറോ എന്ന് പറയുമ്പോൾ പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻ. അതായത് ഇപ്പോഴത്തെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല, പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിച്ചേനെ എന്ന് നമ്മൾ പറയുന്ന സാഹചര്യത്തിലാണ് നമ്മളെപ്പോഴും എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും വുഡ് യൂസ് ചെയ്യുന്നത്. അതാണ് കുഡിൻ്റെ വുഡിൻ്റെ വ്യത്യാസം. ഓക്കെ, ഇത് ഇൻ്റർചേഞ്ച് ആയി പോകാം. കാരണം ഏകദേശം ഒരു സിറ്റുവേഷനാണ്. കാരണം പോസിബിലിറ്റിയാണ് ഒരിടത്ത് കാണിക്കുന്നത്. ഇത് രണ്ടും നിങ്ങൾക്ക് മാറിപ്പോയേക്കാം. പക്ഷേ ഇനി മാറരുത്. കുഡ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പോസിബിലിറ്റിയും വുഡ് എന്ന് പറയുന്നത് സാധ്യതയാണ് കാണിക്കുന്നതെങ്കിൽ വുഡ് എന്ന് പറയുന്നത് കാണിക്കുന്നത് എന്താണ്? ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിച്ചേനെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് ഷുഡ് എന്ന വാക്ക് വരുമ്പോൾ ഇവിടെ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആഡം ഷുഡ് വിസിറ്റേഴ്സ് എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ അർത്ഥം വരുന്നത് ആഡം നമ്മളെ നിർബന്ധമായിട്ടും വിസിറ്റ് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. നിർബന്ധമായിട്ടൊരു കാര്യം ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത്. ഇതേ മീനിങ്ങിൽ നമുക്കിവിടെ മസ്റ്റ് എന്ന വാക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഷുഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിർബന്ധമായിട്ടും ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് കുഡ്, വുഡ്, ഷുഡിൻ്റെ വ്യത്യാസം എന്ന്. ഫസ്റ്റ് വ്യത്യാസം എന്ന് പറയുന്നത്, ആഡം കുഡ് വിസിറ്റ് അസ് ടുമോറോ എന്ന് പറയുമ്പം ഒരു സാധ്യതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആഡം നമ്മളെ നാളെ വിസിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേസമയം ആഡം വുഡ് വിസിറ്റ് അസ് ഇഫ് ഹി ഹാഡ് എ കാർ എന്ന് പറയുമ്പോൾ കാർ ഉണ്ടായിരുന്നെങ്കിൽ വിസിറ്റ് ചെയ്തേനെ. അതെന്താണ്? ഒരു ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷനാണ്. കാറില്ല, അതുകൊണ്ട് വിസിറ്റ് ചെയ്യില്ല. കാർ ഉണ്ടായിരുന്നെങ്കിൽ വിസിറ്റ് ചെയ്തേനെ. ഇനി ആഡം ഷുഡ് വിസിറ്റ് അസ് എന്ന് പറയുമ്പോഴോ, നിർബന്ധമായിട്ടും ആഡം നമ്മളെ വിസിറ്റ് ചെയ്യണം, നിർബന്ധമായിട്ടും ഒരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ, അതായത് ഷുഡ്, കുഡ്, വുഡ് എന്നീ വാക്കുകളുടെ ബേസിക് ആയിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനത്തെ വീഡിയോസ് കണ്ടെങ്കിൽ
ഞങ്ങൾക്ക് ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ നിങ്ങളെ ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പഠിക്കാനുള്ള രീതി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക തന്നെയാണ്. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നിങ്ങൾക്കിത് ആപ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണ്, ഇത് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ. English Mithra. Stop worrying, start learning.